ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മളിന്നിവിടെ SLC മാത്സിന്റെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസ് ബഹുപദങ്ങൾ എന്ന് പറയുന്ന പാഠത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായി ചോദിച്ചു വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് പോളിനോമിയൽസ്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തന്നിട്ടുള്ള പി ഓഫ് എക്സ് നമ്മൾ അതേപോലെ എടുത്ത് എഴുതി നോക്കാം. എന്താണ് നമുക്ക് തന്നിട്ടുള്ള പി ഓഫ് എക്സ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9. അത് അതേപോലെ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ 2 കൊടുത്തേക്കുക, അത്രയേ ഉള്ളൂ. എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയറിന് പകരം 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു എക്സ് ആണുള്ളത് അല്ലേ. 5 ഇൻറ്റു എക്സിന് പകരം എത്ര കൊടുക്കണം? 5 ഇൻറ്റു 2 എന്ന് കൊടുക്കണം. അപ്പോൾ 5 ഇൻറ്റു 2 പ്ലസ് 9. അടുത്ത സ്റ്റെപ്പിൽ നോക്കേ, 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. 4 മൈനസ് 5 ഇൻറ്റു 2 എത്ര കിട്ടിയിട്ടുണ്ട്? 10 കിട്ടി. പ്ലസ് 9 അതേപോലെ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം നോക്കിയേ, ഈ 4ഉം ഈ പ്ലസ് 9ഉം 4ഉം പ്ലസ് 9ഉം നമുക്ക് എന്ത് ചെയ്യണം? ഒരുമിച്ച് എഴുതണം, അടുത്തടുത്ത് എഴുതണം. അപ്പോൾ എത്ര കിട്ടി? 4 പ്ലസ് 9. ബാക്കി എന്തേ ഉള്ളൂ? ബാക്കി 10 മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈനസ് 10 അല്ല -10 ആയുള്ളത്. അപ്പോൾ -10 എഴുതി. ഇനി നോക്കിയേ, ഇനി സിമ്പിൾ ആയിട്ട് നോക്കിയേ, 4 പ്ലസ് 9 എത്രയാ? 13. 13 മൈനസ് 10 എത്ര കിട്ടി? 3 കിട്ടി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എത്ര ആൻസർ കിട്ടി? പി ഓഫ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇത്രയും സംശയമൊന്നുമില്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എത്രയാ, 1 മാർക്കോ 2 മാർക്കോ എത്ര മാർക്കാന്ന് കൃത്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നിങ്ങളുടെ എക്സാം ഒക്കെ ടഫായി വരികയാണ് അല്ലേ. എന്നാലേ കുറച്ച് വിഷമമായി എന്താ പറയുക, കുറച്ചുകൂടെ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായി നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റൂ എന്ന തരത്തിലായി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് എന്താണോ പഠിക്കേണ്ടത് അത് കൃത്യമായി പഠിക്കണം. ഒരു തരത്തിലും കാണാപ്പാഠം പഠിച്ചിട്ട് മനപ്പാഠമാക്കിയിട്ട് ഒരു എക്സാമിനും പോകരുത്. കൃത്യമായി കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെയുടെ ഘടകം എക്സ് മൈനസ് 2 ആകണമെങ്കിൽ കെയുടെ വില എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മൾ തന്നിട്ടുള്ളതിന് എപ്പോഴും പി ഓഫ് എക്സ് ഈക്വൽ ടു എഴുതി. ഇതാ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ. ഇതിൻ്റെ ഫാക്ടറാണ് ഏത് പറഞ്ഞിട്ടുള്ളത്? എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നോക്കിയാൽ, ഫാക്ടറാണ്, ഘടകമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അതിനുശേഷം ഈ -2 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? എക്സ് ഈക്വൽ ടു പ്ലസ് 2 എന്നാവില്ലേ? 0 പ്ലസ് 2 എത്രയാ? 2 തന്നെ. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എക്സ് മൈനസ് 2 ഫാക്ടർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഇനി ഈ പി ഓഫ് എക്സിനകത്ത് നമ്മൾ ആ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ ആൻസർ എത്ര കിട്ടും? 0 കിട്ടും. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ ഈക്വൽ ടു 0 ആകും. എങ്ങനെ? എക്സിന് പകരം 2 ഇട്ട് കൊടുത്താൽ. നമുക്ക് നോക്കാം. അപ്പോൾ എക്സിന് പകരം 2 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് കെ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 4 മൈനസ് 10 പ്ലസ് കെ ഈക്വൽ ടു 0 കിട്ടൂലേ? സംശയമില്ലല്ലോ. ഇനി എന്ത് ചെയ്യും നോക്കിയേ, 4 മൈനസ് 10 എത്രയാണ്? 4 മൈനസ് 10 എത്രയാ? -6 ആണല്ലേ. അപ്പോൾ -6 പ്ലസ് കെ ഈക്വൽ ടു 0 കിട്ടില്ലേ? -6 പ്ലസ് കെ ഈക്വൽ ടു 0 വിച്ച് മീൻസ് കെ ഈക്വൽ ടു എത്രയാണ്? ഈ -6 സമത്തിന്റെ അപ്പുറത്തേക്ക് പോവാ. നോക്കി, -6 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? അത് +6 ആയി മാറും. അപ്പൊ കെന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? വളരെ സിമ്പിൾ ആയിട്ട് കെന്റെ വാല്യൂ കിട്ടിയില്ലേ? എത്രയാണ് കെന്റെ വാല്യൂ കിട്ടിയത്? 6. വളരെ ഈസി ആയിട്ട് നമ്മൾ അടുത്ത മാർക്കും സ്കോർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. നോക്കാം. ഇനി ഇതിന്റെ സി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് സി ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ. ഒരു മിനിറ്റ്, എന്താണ് സി ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ. ഇവിടെ വെക്കാം, തലയിലായോ? അല്ല. ഓക്കെ, എന്താണ് സി ക്വസ്റ്റ്യൻ നോക്കേ. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6നെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. വളരെ സിമ്പിൾ ആണ്. എപ്പോഴും സ്ഥിരമായി ഈ ചാപ്റ്ററിന് ഈ സെക്ഷനിൽ ഒരു ചോദ്യം ഉറപ്പായി ഉണ്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. എന്താ ചെയ്യേണ്ടത്? പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള പോളിനോമിയൽ എടുത്ത് എഴുതാം. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും അവസാനത്തുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക. ഏറ്റവും ലാസ്റ്റിലെ നമ്പർ എത്രയാ? 6 ആണ് ഏറ്റവും ലാസ്റ്റിലുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ ഇങ്ങനെ വരച്ചേക്കാം. കുറച്ച് ചെരിഞ്ഞു പോയി, നേരെ വരയ്ക്കുക, കുഴപ്പമില്ല.
അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ 6 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കാം. ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം? 1ഉം 6ഉം ഗുണിച്ചാൽ 6 കിട്ടും ഇല്ലേ? അതേപോലെ ഏത് ഗുണിച്ചും 2ഉം 3ഉം ഗുണിച്ചാലും 6 കിട്ടും. പിന്നെയോ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഇല്ലേ? -1ഉം -6ഉം ഗുണിച്ചാൽ 6 കിട്ടും. പിന്നെ ഏത് കിട്ടും? -2ഉം -3ഉം ഗുണിച്ചാൽ 6 കിട്ടും. അപ്പോൾ 6 കിട്ടുന്ന നമ്പേഴ്സ് നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് കഴിഞ്ഞില്ല. ഇവിടെ എക്സിന്റെ മുമ്പിൽ എത്രയാണ് നമ്പർ ഉള്ളത്? -5 ആണ് അല്ലേ? അപ്പൊ ഇത് നമ്മൾ ഓരോ ജോഡി ആയിട്ടില്ല എഴുതിയതാ. ഇതൊരു പെയറായിട്ട് എഴുതി, അടുത്തത് ഇതൊരു പെയറായിട്ട് എഴുതി, ഇതൊരു പെയറായിട്ട് എഴുതി, ഇതൊരു പെയറായിട്ട് എഴുതി അല്ലേ? അങ്ങനെ ഓരോ ജോഡിയായിട്ട് നമ്മൾ എഴുതി. ഇനി ഇതിനകത്ത് ഏത് ജോഡി കൂട്ടിയാലാണ്, നോക്കിയേ, ഏത് ജോഡി കൂട്ടിയാലാണ് ഈ എക്സിന്റെ മുമ്പിലെ നമ്പർ ഈ നമ്പർ കിട്ടുക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് മുമ്പിൽ എത്രയുള്ളത്? -5. അപ്പൊ ഏത് കൂട്ടിയാലാണ് -5 കിട്ടാന്ന് കണ്ടുപിടിക്കണം. നോക്കിയേ, ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? 7 കിട്ടും അല്ലേ? അടുത്ത കൂട്ടിയാൽ എത്ര കിട്ടും? നോക്കിയൊക്കെ എത്ര കിട്ടും? 5 കിട്ടും. അടുത്ത നമ്പർ കൂട്ടിയാലോ -7 കിട്ടും. അടുത്ത നമ്പർ കൂട്ടിയാൽ -5 കിട്ടും. അപ്പൊ നമുക്ക് ഏതാ കിട്ടേണ്ടത്? -5 അല്ലേ കിട്ടേണ്ടത്. അപ്പൊ ഏത് നമ്പർ കൂട്ടിയാലാണ് -7 കിട്ടുക? നോക്കിയേ, -2ഉം -3ഉം കൂട്ടിയാലല്ലേ -7 കിട്ടുക. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ആയേ. ഇനി എന്ത് ചെയ്യണം? എക്സ് എന്ന് എഴുതുക. അതിനുശേഷം നമ്മൾ എടുത്ത ജോഡി, ഏത് ജോഡിയാണ് നമ്മൾ എടുത്തത്? നോക്കിയേ, ഏത് ജോഡി എടുത്തത്? ഈ -2ഉം -3 അല്ലേ എടുത്തത്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് വേണം? എക്സ് എന്ന് നമ്മൾ എഴുതിയതിന് ശേഷം ഈ ആദ്യത്തെ നമ്പർ എത്രയാണ്? -2 അല്ലേ? അത് എഴുതി. അപ്പൊ x-2 ഇൻറ്റു എക്സ് എന്ന് വീണ്ടും എഴുതുക. എന്നിട്ടോ രണ്ടാമത്തെ നമ്പർ എത്രയുണ്ട്? -3. അപ്പൊ ആൻസർ എത്ര കിട്ടി? x-2 ഇൻറ്റു x-3. വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടിയില്ലേ നമുക്ക് അല്ലേ? ഇതൊരു 4ഓ 5ഓ മാർക്കിന് സ്ഥിരമായ SLC എക്സാമിന് ചോദ്യം വരുന്ന ഒരു സെക്ഷനാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഇവിടെ ഉണ്ടെങ്കിൽ വീണ്ടും കണ്ട് ഡൗട്ട് തീരുന്നവരെ കാണുക. ഓക്കെ.